السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبي الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ഏറ്റവും ആദരണരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി രഹസ്യ പരസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേര് പലവിധ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴ്ചതോറും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് അവരുടെ വാക്കുകളിൽ അടങ്ങിയ ആശയങ്ങളും ഉപദേശങ്ങളും നേരിൽ സ്വീകരിക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖിനും വലിയ ഖൈറിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അറിവ് നേടിക്കൊണ്ടുള്ള ഈ ഒരു മാർഗത്തിൽ മരണം വരെ തുടരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നയിൽ തന്നെ വളരെ പ്രശസ്തി നേടിയ മഹാനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു വാദി റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ മതവിദ്യാർത്ഥികൾക്ക് നൽകിയ 14 ഉപദേശങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഓരോന്നൊന്ന് എടുത്ത് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് ഓർത്തെടുത്തു നോക്കൂ. ആദ്യമായി അദ്ദേഹം നൽകിയത് അറിവ് നേടുന്ന ഒരു വ്യക്തിക്കും അല്ല, ഒരു മുസ്ലിമിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട വിഷയം അത് ഇഖ്ലാസാണ്. താൻ പഠിക്കുന്നതും താൻ പഠിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന തൻ്റെ എല്ലാ പരിശ്രമങ്ങളും അത് തികച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാകണം. രണ്ടാമത്തത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല സ്വബ്ർ വേണം. പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം, നല്ല സ്വബ്ർ വേണം, ക്ഷമ വേണം. ക്ഷമയാണ് രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത്തെ ഉപദേശം, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തഖ്വ നമ്മൾ കൈകൊള്ളണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് നമ്മുടെ ഓരോ ക്രയവിക്രയങ്ങളിൽ അള്ളാഹു ഹറാമാക്കിയതിനെയും ഹലാലാക്കിയതിനെയും പ്രത്യേകം ശ്രദ്ധിച്ച് ജീവിക്കുന്ന തഖ്വയോട് കൂടിയിട്ടുള്ളൊരു ജീവിതമാകണം ഒരു മതവിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടത് എന്ന മൂന്നാമത്തെ ഉപദേശം. നാലാമത്തേത്, പഠനം എന്ന ഈ ഒരു മാർഗത്തിൽ ഇസ്തിമ്രാർ ഉണ്ടാവുക എന്നുള്ളതാണ്. അൽ മുദാവമ, തുടർച്ച ഉണ്ടാവുക. അഞ്ചാമത്തേത് അത്തവാദു, നല്ല വിനയം. പഠിക്കും തോറും ജീവിതത്തിൽ വിനയം വർദ്ധിക്കുകയാണ് ഒരു പഠിതാവിന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. ആറാമത്തേത്, താൻ പഠിക്കുന്ന തനിക്ക് അറിവ് പകർന്നു തരുന്ന ഉലമാക്കളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തേത് അൽ ബുഅ്ദു അൻ അഹ്ലിൽ ബിദ്അ. ബിദ്ഈ കക്ഷികൾ, തെറ്റായ ദീനിനെ മനസ്സിലാക്കിയവർ, അവരുടെ സംസാരങ്ങളിൽ നിന്നും അവരുടെ പുസ്തകങ്ങളിൽ നിന്നും അവരുടെ സ്വാധീനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ഉപദേശം. എട്ടാമത്തേത് മുജാലസത്തു സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ അള്ളാഹുവെ കൃത്യമായി ഭയപ്പെടുന്ന അഹ്ലുസുന്നയിൽപ്പെട്ട നമ്മുടെ ആദർശവും നമ്മുടെ മൻഹജും നെഞ്ഞിലേറ്റിയ സുഹൃത്തുക്കളുമായിട്ട്, സ്വാലിഹീങ്ങളായ വ്യക്തികളുമായിട്ട് നമ്മൾ സദസ്സുകൾ പങ്കിടുക, അവരുമായിട്ട് നല്ല സൗഹൃദം കൈവെക്കുക എന്നുള്ളതാണ് എട്ടാമത്തേത്. ഒമ്പതാമത്തേത് അൽ വഖ്ത്, മുഹാഫദത്തുൽ വഖ്ത്. സമയം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള മൂലധനം എന്നുള്ളത് തൻ്റെ സമയമാണ്. ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്.
10-ാമത്തേത്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഖുർആനിൻ്റെ ഭാഷയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഹീൻ്റെ ഭാഷയായ അറബി പഠിക്കുക എന്നുള്ളത്, അതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാന്യനായ ഉസ്താദ് നമ്മളുമായി പങ്കുവച്ചത്. ഈ പഠിച്ചതൊക്കെ കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരാനും പാലിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്, മുഖ്ബിൽ വാദിഈ റഹിമഹുല്ലാഹു തആല പറയാണ്, 11-ാമത്തെ ഉപദേശം അർരിഹ്ലതു ഫീ തലബിൽ ഇൽം, അറിവ് നേടുന്ന മാർഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, വലഹ അസ്ലുൻ അസീൽ, വളരെ അടിസ്ഥാനപരമായ ഒരു പഠനം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ദീനിൽ അറിവ് നേടിക്കൊണ്ടുള്ള യാത്രക്കുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചരിത്രമാണത്. മൂസ അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ വ്യക്തിയെ, ആ ഒരു റസൂലിനെ, ആ നബിയെ കാണാൻ വേണ്ടി പോകുന്ന ആ യാത്രയെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ മറ്റ് ക്ലാസ്സുകളുമായിട്ട് കേട്ടിട്ടുണ്ടാവും. മൂസ അലൈഹിസ്സലാം വളരെ മനസ്സ് തട്ടുന്ന ഒരു ഖുതുബ, ഒരു സംസാരം അത് തൻ്റെ നാട്ടുകാരുമായിട്ട് പങ്കുവെച്ചപ്പോൾ അവരതിൽ വളരെ അത്ഭുതരായി, വളരെ മനസ്സ് വിറക്കുകയുണ്ടായി, അതിൽ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അവർ ചോദിക്കുകയാണ്, ആര് ഇന്ന് ഭൂലോകത്തുള്ള ഏറ്റവും അറിവുള്ള വ്യക്തി ആരാണെന്ന്. സ്വാഭാവികമായിട്ടും നിലവിൽ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന, റബ്ബുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഉടനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ഇറങ്ങുകയാണ്, അല്ല, എന്നിട്ട് കുറച്ച് അകലെയുള്ള സ്ഥലത്തുള്ള ഒരു അടിമയെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചെറിയ ഒരു വിവരണം മൂസ അലൈഹിസ്സലാമിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ തനിക്കറിയാത്ത ഒരു അറിവ് മറ്റൊരാളുടെ അടുക്കൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ മൂസ അലൈഹിസ്സലാം പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. അങ്ങനെ ഖിദ്റിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട്, എനിക്ക് താങ്കളുടെ കൂടെ പഠിക്കാൻ താങ്കളൊന്ന് സമ്മതിക്കുകയാണെങ്കിൽ യാത്ര പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ഒരു ചരിത്രം വലിയ ഒരു ഗുണപാഠം, ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത്. മൂസ അലൈഹിസ്സലാം അവിടെ യാത്ര ചെയ്തത് ഒരു നിർബന്ധിത അറിവ് നേടാനല്ല, നാഫിലയായ ഐച്ഛികമായ വളരെ ഫറകളിൽപ്പെട്ട ഒരു വിഷയം, തനിക്കറിയാത്ത ഒരു അറിവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പുറപ്പെടും. സുദീർഘമായ യാത്ര. പണ്ഡിതന്മാർ ഖിദറും മൂസയുമായിട്ടുള്ള ആ ഒരു ചരിത്രം, ആദാബു താലിബിൽ ഇൽം, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട മര്യാദകളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്തുന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകും. അങ്ങനെ മൂസ അലൈഹിസ്സലാം ഖിദറുമായിട്ട് വളരെ സ്വബറോടുകൂടി ഖിദർ പോകുന്ന ഇടത്തേക്കൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ അറിവ് പകരാൻ, അത് പകർന്നെടുക്കാൻ വേണ്ടി മൂസ അലൈഹിസ്സലാം നടത്തിയ ആ ഒരു പരിശ്രമം. അപ്പോൾ അറിവ് നേടിയിട്ടുള്ള യാത്ര ഖുർആനിൽ തന്നെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഒരു ചരിത്രത്തിൽ, മൂസയും ഖിദറുമായിട്ടുള്ള ഈ ഒരു ചരിത്രത്തിൽ സാധാരണ പണ്ഡിതന്മാർ സുബ്ഹാനല്ലാഹ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ഫായിദയുണ്ട്, ഒരു ഗുണപാഠമുണ്ട്. ഇപ്പം ഖിദറിൻ്റെ ചരിത്രത്തിൽ 3 സംഭവങ്ങളാണല്ലോ ഉണ്ടായത്. അതിലൊരു സംഭവത്തിൽ ഒരു ചെറിയ കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിയെ അറുത്തു കൊന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും കുറച്ചൊന്ന് ആലോചിച്ച് നോക്കാം. മൂസ അലൈഹിസ്സലാം ഈ ചെയ്തിയെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. നിഷ്കളങ്കയായ ഒരു കുട്ടിയെ കൊല്ലുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ. ഇനി നിങ്ങൾ മറ്റൊരു വശത്തു നിന്ന് നോക്കി നോക്ക്. ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ, തൻ്റെ മകൻ, ആ മാതാപിതാക്കൾക്കുണ്ടായ അനുഭവം എന്താ? തൻ്റെ പിഞ്ചു ബുലൂഗ് പോലും എത്താത്ത ചെറിയൊരു കുട്ടിയെ ഒരു അപരിചിതൻ വന്ന് അറുകൊല നടത്തിപ്പോയി എന്നുള്ളതാണ് ആ മാതാപിതാക്കൾക്കും അനുഭവപ്പെടുന്നത്. ഒരു ദുരന്തമാണ്, ഒരു വല്ലാത്തൊരു മുസീബത്താണ് അവർ അനുഭവപ്പെടുന്നത്. അവരുടെ ഒരു സ്ഥിതിയും അവരുടെ ഒരു അവസ്ഥയും അവരുടെ ഒരു മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ഡിതന്മാർ പറയുന്നത്, ഭൂലോകത്ത് മുസീബത്തുകൾ നേരിടുന്ന,
പ്രയാസങ്ങളും ദുരന്തങ്ങളും നേരിടുന്ന വിശ്വാസികളുടെ അവസ്ഥ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥയുമായിട്ട് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നു. അല്ലെ, ആ കുട്ടി എന്തിനാണ് മരണപ്പെട്ടത്? വലിയൊരു ദുരന്തം, ഒരു മുസീബത്തായിട്ടാണ് ആ മാതാപിതാക്കൾ കാണുന്നത്. പക്ഷെ നമ്മൾ ആ സൂറത്ത് കൂടുതൽ വായന നടത്തുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഖിദർ വിശദീകരിക്കണത് ആ കുട്ടി പിന്നീട് സ്വാലിഹീങ്ങളായ ആ മാതാപിതാക്കൾക്ക് വലിയൊരു പരീക്ഷണത്തിന് കാരണമാകുന്ന ഒരു കുട്ടിയാകും. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ തിരിച്ചു പിടിച്ച് നല്ല സ്വാലിഹായ ഒരു കുട്ടിയെ നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചു. അത് കാരണത്താലാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ പ്രത്യക്ഷത്തിൽ ദുരന്തമായ മുസീബത്തായ ആ കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് മൂസ അലൈഹി ഇസ്ലാമക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ബോധ്യപ്പെട്ടു. പക്ഷെ ഈ വിവരം നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തികവും ശാരീരികമായിട്ടുള്ള സകല മുസീബത്തുകളും അള്ളാഹു അതിൻ്റെ പിന്നിൽ ഉദ്ദേശിച്ച ഹിക്മത്ത് നമ്മൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണെന്ത്? അത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് വലിയൊരു നിഅമത്താണ് എന്ന് കാണാൻ പറ്റും. അതിപ്പോൾ പണ്ഡിതന്മാർ ഈ ഒരു ഗുണപാഠവും ഈ ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പുള്ള സലഫുകൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി നടത്തിയ യാത്രകൾ നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന യാത്രകളാണ്. അപ്പം നമ്മളൊന്ന് കേട്ടു നോക്കൂ. ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു മഹാനായ ഒരു സ്വഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ ഒരു സ്വഹാബിയാണ്. ആ ജാബിർ ഇബ്നു അബ്ദുല്ല തനിക്കറിയാത്ത ഒരു ഹദീസ് വളരെ ദൂര ദിക്കുകളിലുള്ള ഒരു മാസം യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന ഷാം, സിറിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു മാസക്കാലം യാത്ര ചെയ്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന ആ ഒരു സ്വഹാബിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് ആ ഹദീസ് കേൾക്കുകയും അതേപടി തിരിച്ച് യാത്ര ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്വഹാബി യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് എന്ത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഉദ്ധരണി കൊടുക്കുന്നത്. യഹ്യ ഇബ്നു അബി കസീർ റഹ്മത്തുള്ളാഹി തആല പറയണത് ലാ യനാലുൽ ഇൽമ ബിറാഹത്തിൽ ജിസ്ം. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ സൗകര്യവും റാഹത്തും ഉറക്കവും മാത്രം അതിനൊരു പ്രയോറിറ്റി, അതിനൊരു ഔലവിയ, അതിന് മുൻഗണന നൽകി നമ്മളിങ്ങനെ ജീവിച്ചാൽ അറിവ് നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അറിവ് നമുക്ക് നുകരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹി തആല പറഞ്ഞത് എന്ത്? അൽ ഇൽമു യുഅ്താ ഇലൈഹി വലാ യഅതി. അറിവിനെ തേടി നിങ്ങൾ അങ്ങോട്ട് പോകണം, അറിവ് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഇമാം മാലിക് റഹിമഹുല്ലാഹി തആല പറയണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ശരിക്കും 1400 കൊല്ലങ്ങളായിട്ട് റബ്ബിൻ്റെ ദീൻ തലമുറകളോളം മറ്റ് തലമുറകളിലേക്ക് പകർന്നു നൽകിയത്, അത് പഠിച്ചത്, അതിനൊരു മൻഹജിയുണ്ട്, ഒരു മാർഗമുണ്ട്. നല്ലോണം പരിശ്രമിച്ച് അതിന് പിന്നാലെ കൂടിയവർക്ക് മാത്രമാണ് തനിക്ക് അറിവ് നേടാനും അത് ഉപകാരപ്പെടാനും സാധിച്ചിട്ടുള്ളൂ. ഇന്ന് പണ്ട് കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വിദൂര ദിക്കുകളിലുള്ള പല അറിവുകളും നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സാധാരണ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അറിവ് ജനങ്ങൾ എന്ത് ചെയ്തു? ഓൺലൈനിലുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളെ മാത്രം അവലംബിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം മാറി. അപ്പം അതിലൂടെ ഒരുപാട് ഖൈറുകൾ, ഒരുപാട് ബർക്കത്തുകൾ യഥാർത്ഥത്തിൽ അറിവിന് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ അറിവ് കേട്ടവരിൽ ഉണ്ടാകേണ്ട പല മര്യാദകളും ഖൈറുകളും കാണാതെ വരുന്ന ഒരു അവസ്ഥ വരാൻ കാരണമായി ഇത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അൽ ഇൽമു യുഅ്താ ഇലൈഹി, അറിവിനെ നിങ്ങൾ തേടി അങ്ങോട്ടാണ് പോകേണ്ടത്, അറിവ് നിങ്ങളെ തേടി ഇങ്ങോട്ടല്ല വരേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന് ഒരു ചരിത്രമുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഓർത്തെടുക്കേണ്ട ഒരു ചരിത്രമാണ്. ഈ വാക്ക് ഇമാം മാലിക് റഹിമഹുല്ലാഹി തആല പറഞ്ഞത് ഹാറൂൺ റഷീദ് റഹിമഹുല്ലാഹി തആലയാണ്. നമുക്കറിയാം, വലിയ മഹാനായ ഒരു ഖലീഫയാണ് ഹാറൂൺ റഷീദ് റഹിമഹുല്ലാഹി തആല. അങ്ങനെ ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാഹി തആല, നമുക്കറിയാം, അന്നത്തെ കാലത്തെ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ ഏറ്റവും അറിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹി തആല. അപ്പം മഹാനായ ഖലീഫ ഹാറൂൺ റഷീദ് റഹിമഹുല്ലാഹി തആല അദ്ദേഹം ഇമാം മാലിക് റഹിമഹുല്ലാഹി തആലയുടെ അടുക്കൽ വന്നിട്ട് പറയണെന്ത്? എന്താ പറഞ്ഞത്? അല്ലയോ ഇമാം മാലിക്, യാ മാലിക്, മാ ദറ ലൗ ജഅതനാ ലിബുയൂതിനാ ഫഅല്ലംതനാ അൽഇൽമ ഇൻദനാ. നിങ്ങൾ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് നമ്മുടെ മക്കൾക്കും കൊട്ടാരത്തിലുള്ള ആൾക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ എത്ര ഹൈറായനെ, അതെത്ര ഹൈറായനെന്ന് ചോദിക്കണം.
ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല എന്താ പറയാ, ദഹബ് കൊണ്ട്, സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതി വെക്കേണ്ട ഈ ഒരു ഉപദേശം അവിടെ കൊടുക്കണം. യാ ഹാറൂൻ, അല്ലയോ ഹാറൂൻ, അല്ല ഇന്നൽ ഇൽമ ലാ യുഅ്താ ഇലൈ ലാ യുഅ്താ ഇന്നമാ യുഅ്താ ഇലൈ. അതായത് ഇൽമ് നിങ്ങളെ തേടി അങ്ങോട്ട് വരില്ല, മറിച്ച് നിങ്ങൾ ഇൽമിനെ തേടി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഖലീഫ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി തആല ഒരു ചെറിയ സമയം കുറച്ച് മിണ്ടാതിരുന്ന് ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, സ്വദഖ്ത യാ ഇമാം ദാറുൽ ഹിജ്റ, മദീനയുടെ ഇമാമായ ഇമാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിങ്ങളെ പള്ളിയിലേക്ക് അറിവ് നേടിയിട്ട് വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല, ഈ രാജാവ് ഇൽമിന് കൊടുക്കേണ്ട ഹൈബത്തും വഖാറും അതിന് നൽകേണ്ട ഒരു ബഹുമാനം, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരു വാചകം പറയുന്നുണ്ട്. യാ ഹാറൂൻ, അല്ലയോ ഹാറൂൻ, ഇദാ ജിഅ്തനാ മുതഅഖിറൻ, താങ്കളെങ്ങാനും വൈകി വന്നാൽ, അറിവിന്റെ സദസ്സിലേക്ക് താങ്കൾ വൈകി വന്നാൽ, താങ്കൾ ഒരു രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ ഇൽമിന്റെ സദസ്സിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ തോളും കടന്ന് മുന്നിൽ വന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം പറയണം, സമഅ വതഅ, നിങ്ങൾ പറഞ്ഞു, ഞാനത് അനുസരിച്ചു എന്ന്. തുടർന്നുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന എന്താ പറയുക, അങ്ങനെ അദ്ദേഹം ആ ഒരു സദസ്സിലേക്ക് വന്നു. പക്ഷെ വന്നത് വലിയ എടുപ്പും എടുപ്പൊക്കെ ആയിട്ട്, വലിയ ഒരുപാട് എന്താ പറയുക, സേവകരൊക്കെ ആയിട്ട് വലിയ ഒരു ആൾക്കൂട്ടമായിട്ടാണ് ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി തആല പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ചെയർ, ഒരു കുർസി, ഒരു കസാല അവിടെ വെക്കുകയും ഹാറൂൺ റഷീദ് അവിടെ ഇരുന്ന് ഈ സദസ്സിൽ കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല എന്താ പറയുക, ഹാറൂൺ റഷീദിന് ഈ ഇൽമിന് നിങ്ങൾ കൊടുക്കേണ്ട ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് പറഞ്ഞു, എന്ത്, അള്ളാഹുവിന് വേണ്ടി തവാദുഅ കാണിച്ച് വിനയപ്പെട്ട് താഴ്ന്നു കൊടുത്തവരെ അള്ളാഹു ഉയർത്തും, അള്ളാഹുവിൻ്റെ മുന്നിൽ കിബർ കാണിച്ചു നിന്നവനെ അള്ളാഹു ഇടിച്ചു താഴ്ത്തും എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പം ഇത് കേട്ടപ്പോൾ ഹാറൂൺ റഷീദിന് മനസ്സിലായ, എന്ത്, അള്ളാഹിൻ്റെ മുന്നിൽ താഴ്മയോടുകൂടി ഇരുന്നാൽ മാത്രമേ എനിക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കസാര മാറ്റി വെച്ച് താഴെ ഇരുന്നു എന്ന് ചരിത്രം കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അറിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക്, സദസ്സിലേക്ക് നമ്മൾ നേരിട്ട് വന്ന് ഇരിക്കുന്നതിൽ കിട്ടുന്ന ഗുണം മറ്റേത് മാർഗത്തിലൂടെ നമ്മൾ പഠിച്ചാലും നമുക്ക് കിട്ടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം പലരും മനസ്സിലാക്കണം എന്താ, ഞാനിപ്പോൾ അവിടെ ക്ലാസ്സിലേക്ക് പോയാൽ കിട്ടുന്ന കാര്യം എനിക്കെന്ത് യൂട്യൂബ് കേട്ടാലും കിട്ടുമല്ലോ, ഞാനത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോകാതെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട്. അതിപ്പോൾ മലയാളത്തിലായാലും ശരി, അറബിയിലായാലും ശരി, നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിയാൽ കിട്ടുന്ന ഒരു സദസ്സ്, അത് ഓൺലൈനിൽ കേട്ടാൽ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കും. പക്ഷെ അധിക പേരും പിന്നെ കേൾക്കില്ല. പിശാജിൻ്റെ ഒരു തെൽബീസാണ്. പിശാജ് പറയും കേൾക്കാം, പക്ഷെ നമ്മൾ മാറ്റി വെച്ച് നമ്മളത് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ എന്തൊക്കെ ഒരുപാട് മറ്റു വിഷയങ്ങൾ നമുക്ക് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ അറിവ്, ദീനിന്റെ അറിവ് എന്ന് പറയുന്നത് വെറും വിവരങ്ങളല്ല, മറിച്ച് ആ അറിവിന്റെ കൂടെ നമുക്ക് എത്തിപ്പെടേണ്ട ഒരുപാട് ഖൈറുകളുണ്ട്. ഇപ്പോൾ ആ സദസ്സിലേക്ക് വന്നെത്തിയാൽ കിട്ടുന്ന ഒരു ബർക്കത്ത്, അള്ളാഹു ആ സദസ്സിന് വെച്ചു കൊടുത്ത ഒരു ഖൈറ്, ആ സദസ്സിലേക്ക് വന്നവർക്ക് കിട്ടുന്ന ഒരു അജ്ർ, ആ മജ്ലിസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പങ്കെടുത്തവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള റഹ്മത്ത്, ഇതൊക്കെ ദൂരെ നിന്ന് വെറുതെ കേട്ടാൽ കിട്ടോ? വറുയത്തുസ് സാലിഹീൻ, പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഈ സദസ്സിലേക്ക് വരുമ്പോൾ സ്വാലിഹീങ്ങളായ, റബ്ബിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി വന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മളെക്കാൾ നന്നായി തയ്യാറെടുക്കുന്ന സ്വാലിഹീങ്ങളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉത്തേജകമുണ്ട്, നമുക്ക് കിട്ടുന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതാ സദസ്സിൽ വന്നാലല്ലേ കിട്ടുകയുള്ളൂ. വൽ അദബ് വത്തർബിയ, ഈ സദസ്സിൽ വന്നാൽ ലഭിക്കുന്ന മര്യാദകൾ, ഇതൊക്കെ ഇവിടെ നേരിട്ട് വന്നാലേ കിട്ടുള്ളൂ. ഈ പറഞ്ഞ ഖൈറുകളൊക്കെ വിദൂര ദിക്കുകളിൽ നിന്ന് വെറും കിതാബുകളെ വായിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വെറും കേൾവിയെ മാത്രം അവലംബിച്ച് പരിശ്രമിക്കുന്നവർക്കോ നഷ്ടപ്പെട്ടു പോകാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പുള്ള സലഫുകളുടെ അറിവ് അന്വേഷിച്ചു കൊണ്ടുള്ള അവരുടെ പരിശ്രമം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല മഹാനായ ഒരു ഇമാമാണ്, നമുക്കറിയാം. ആ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ സദസ്സിൽ 5000-ൽ പരം വിദ്യാർത്ഥികളായിരുന്നു പഠിക്കാൻ ഇരുന്നിരുന്നതെന്ന് ചരിത്രം കാണാൻ പറ്റും. അതിൽ 500ഓളം വിദ്യാർത്ഥികളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പകർന്നു തരുന്ന അറിവ് എഴുതി വെച്ചിരുന്നത്. ബാക്കി 4000-ലധികം വ്യക്തികൾ എന്തിനാണ് അവിടെ വന്നിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറയണത് എന്താണെന്നറിയോ?
ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഹുസ്നുൽ അദബ്, അദ്ദേഹത്തിൻ്റെ മര്യാദ പഠിക്കാനും, വസ്സംത്, അദ്ദേഹം കാണിക്കുന്ന ഒരു അവധാനത, അല്ലെങ്കിൽ സംസാരത്തിലുള്ള അതിരുകവിച്ചിലില്ലായ്മ, ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കാനായിരുന്നു 4000-ൽ പരം അവിടെ വന്നിരുന്ന കാണികൾ പഠിക്കാൻ വന്നിരുന്നത് എന്ന് ചരിത്രം കാണാൻ പറ്റും. അപ്പം അറിവിൻ്റെ കൂടെ മര്യാദ എന്നുള്ളത് അതൊരു അടിസ്ഥാന വിഷയമാണ്. പല വ്യക്തികളും എന്താണ്, വിവരങ്ങൾ ഏറ്റെടുക്കും, പക്ഷെ മര്യാദയുടെ ഒരു അംശം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവ് അവർക്ക് ഉപകാരത്തേക്കാൾ കൂടുതൽ ദോഷമാണ് വരിക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഉസ്താദ്മാരായ ഇന്ന് മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യാ താലിബൽ ഇൽം ഇയ്യാക മിൻ ഖില്ലത്തിൽ അദബ്. അല്ലേ അറിവ് നേടുന്ന വിദ്യാർത്ഥിയെ, മര്യാദയില്ലായ്മയെ നീ പ്രത്യേകം സൂക്ഷിച്ചു. നഹ്നു ഇലാ കസീരിൻ മിനൽ അദബി അഹ്വജു ഇലാ കസീരിൻ മിനൽ ഇൽം. മര്യാദയ്ക്ക് പല വിഷയത്തിലും നമ്മൾ കൂടുതൽ ആവശ്യക്കാർ മര്യാദയിലേക്കാണ് അറിവിനേക്കാൾ എന്ന് പണ്ഡിതന്മാർ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലിയൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. മര്യാദയില്ലാത്ത ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ മര്യാദ കിട്ടാതെ അറിവ് ലഭിച്ചവൻ്റെ ഒരു ഉദാഹരണം ഒരു കുട്ടിയുടെ കയ്യിൽ തോക്ക് കൊടുത്തവനെ പോലെയാണെന്ന്. ആരെ മുന്നിൽ വെക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തൊരു കുട്ടിയുടെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പം മര്യാദ, ഇതൊക്കെ നമ്മൾ ഈ നേരിട്ട് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് വരുമ്പോഴേ കിട്ടുള്ളൂ. അബൂബക്കർ ഇബ്ൻ അൽ മുതവ്വഇ റഹ്മഹുല്ലാഹു തആല അദ്ദേഹം പറയണേ, ഇഖ്തലഫ്തു ഇലാ അബി അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ 12 സന. അഹ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ 12 വർഷക്കാലം ഞാൻ അറിവ് നേടാൻ വേണ്ടി കൂടെ യാത്ര പോയിട്ടുണ്ട്. ഏത് സമയത്ത്? വഹുവ യഖ്റഉൽ മുസ്നദ അലാ ഔലാദിഹി, തൻ്റെ മക്കൾക്ക് മുസ്നദ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ നമുക്കറിയോ, അതായത് 30,000-ഓളം ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ പുസ്തകമാണ് മുസ്നദ്. ഈ മുസ്നദിലെ ഹദീസുകൾ തൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സിൽ 12 കൊല്ലം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ 12 കൊല്ലത്തിൽ ഫമാ കതബ്തു അൻഹു ഹദീസൻ വാഹിദ, പക്ഷേ ഈ 12 കൊല്ലത്തിൽ ഒരു ഹദീസ് പോലും ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ഇന്നമാ കുന്തു അൻദുറു ഇലാ ഹദീഹി വ അഖ്ലാഖിഹി. കാരണം എന്താ? ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ആ സ്വഭാവവും, ആ ഒരു മഹനീയ വ്യക്തിത്വവും, ആ ഒരു അഖ്ലാഖും മര്യാദയും പഠിക്കാനായിരുന്നു ഞാൻ പരിശ്രമിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതി, നേരിട്ട് ഒരു സദസ്സ് പങ്കിടാനുള്ള ഒരു അവസരം നമുക്കുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഈ ഓൺലൈൻ സോഴ്സുകളെ മാത്രം അറിവ് നേടാൻ വേണ്ടി അവലംബിക്കുക എന്നുള്ളത് ഫഹുവ അദ്അഫ് മിൻ ശബകത്തിൽ അൻകബൂത്ത് എന്നാണ് പറഞ്ഞത്. ഒരു എട്ടുകാലിയുടെ വീടിനേക്കാൾ ദുർബലമാണ് അതിനെ മാത്രം അവലംബിച്ച് പഠിക്കാനുള്ള നമ്മുടെ പരിശ്രമം എന്ന് പറയണം. അത് വേറെ സ്രോതസ്സുകളൊന്നുമില്ല. ഇത്തരം സദസ്സുകളിൽ നിന്നൊക്കെ വിദൂര ദിക്കുകളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, വേറെ സാഹചര്യങ്ങളില്ലെങ്കിൽ മുത്തറായ, ഏതുപോലെ നമ്മൾ കുടുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പന്നിമാംസം കഴിക്കുന്നത് പോലെ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇതിനെ അവലംബിക്കാം. അല്ലാണ്ട് നേരിട്ടുള്ള സദസ്സുകൾ നമുക്ക് എവിടെയൊക്കെ കിട്ടുന്നു അവിടേക്കൊക്കെ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില പണ്ഡിതന്മാർ വെറും കിതാബുകളെ, വെറും വായനയെ, അല്ലെങ്കിൽ വെറും ഇത്തരം വായനയെ മാത്രം അവലംബിച്ച് ദീൻ പഠിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പറയുക, മൻകാന കിതാബുഹു ശൈഖഹു കസുറ ഖതഉഹു വഖല്ല സവാബുഹു. താൻ വായിക്കുന്ന കിതാബിനെ മാത്രം തൻ്റെ ഷേഖാക്കി മാറ്റിയവൻ, അവൻ്റെ അബദ്ധങ്ങളായിരിക്കും അവൻ്റെ ശരികളേക്കാൾ കൂടുതൽ എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നേരിൽ കാണുന്നതാണ്. പലരും കിതാബുകൾ വെച്ചിട്ടും ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും, എന്നിട്ട് കുറേ വിവരങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ അതേ വ്യക്തികൾ അവരുടെ ജീവിതത്തിലും അവരുടെ നിലപാടുകളും പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് സ്വഹാബികൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന, അവരുടെ ഹുർമത്ത് കാത്തുരക്ഷിക്കാൻ വേണ്ടി പേനകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന പലരും ഇന്ന് പല സ്വഹാബികളെയും കുറ്റം പറഞ്ഞ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർക്കുണ്ടായ പ്രശ്നം അത് കുറേ വായിക്കും, പക്ഷെ വായിക്കുന്നതിൽ എന്ത് തള്ളണം എന്ത് കൊള്ളണം എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഷേഖ് പണ്ഡിതൻ അവർക്കില്ലാതെ പോയി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹു തആല പറഞ്ഞത് എന്താണെന്നറിയോ? അറിവിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കുന്ന ഗുണമാണ് പലപ്പോഴും
നല്ല അഗാധമായ അറിവ് പകർന്നു തരുന്ന ഒരു കിതാബിനേക്കാൾ കൂടുതൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഉപകാരപ്പെടാന്ന് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഉപദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നേരിട്ട് പഠിക്കാനുള്ള സദസ്സ് കിട്ടിയാൽ അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതിൽ പ്രായ വ്യത്യാസം ഇല്ല എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ പല സുഹൃത്തുക്കളും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കാണും, ഇപ്പോൾ ഈ ഹറമിലേക്കൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോൾ രാവിലകളിൽ നമുക്ക് ഒരു ഷേഖും അതിന് ചുറ്റും എല്ലാ പ്രായക്കാരായിട്ടുള്ള ആൾക്കാരും ഇരിക്കുന്ന സദസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ പല സദസ്സുകളിലും വെല്ലിപ്പയും പേരക്കുട്ടിയും ഒന്നിച്ചിരിക്കുന്നുണ്ടോ? അതിൽ പലരും വേറെ പല നാടുകളിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന് അതിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി വളരെ വിനയാന്വിതരായി പണ്ഡിതന്മാരെ മുന്നിൽ ഇരിക്കുന്ന കാഴ്ചകൾ ഹറമിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പലരും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തന്നെ അറിയുന്ന വ്യക്തിപരമായിട്ട് വാപ്പയും മകനും പഠിക്കുന്ന സദസ്സുകൾ വരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ പ്രായം എന്നുള്ളത് അറിവ് നേടുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നൊരു കാര്യമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സദസ്സുകളിലേക്ക് പോയി പഠിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു ഉപദേശം ഷെയ്ഖ് മുഖ്ബിൽ വാദിഈ റഹിമഹുല്ലാഹു തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട മറ്റൊരു ഗുണം അൽ ഇബ്തിആദു അനിത് തഖ്ലീദ്. അൽ ഇബ്തിആദു അനിത് തഖ്ലീദ്, അന്ധമായിട്ടുള്ള അനുകരണത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയി അറിവില്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തീർച്ചയായും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ഹൃദയവും ഇന്ന സമഅ വൽ ബസറ വൽ ഫുഅദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു നിങ്ങൾക്ക് കേൾക്കാൻ ചെവി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ കാഴ്ച തന്നിട്ടുണ്ട്. ഒരു കാര്യം അതിൻ്റെ ശരിയും തെറ്റും വേർതിരിക്കാൻ ആവശ്യമായ ഹൃദയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് അന്ധമായ തഖ്ലീദിലേക്ക്, എനിക്കൊന്നും ഇതൊന്നും മനസ്സിലാകില്ല, അതിൻ്റെ ശരിയും തെറ്റും എനിക്ക് മനസ്സിലാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തൊണ്ട തൊടാതെ എന്ത് കേട്ടതൊക്കെ മിഴുങ്ങി നടക്കുന്ന തഖ്ലീദ്, മുഖല്ലിദിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നീ മാറിയാൽ നിങ്ങൾക്ക് അറിവിൽ വളരാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കണം. അപ്പം എന്താണ് ഈ തഖ്ലീദ്? തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ജഅലുൽ ഖിലാദത്തി അലൽ ഉനുഖ്, അതായത് ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോവുക. ഇതിനാണ് എന്ത് പറയുക? ഖല്ലദ യുഖല്ലിദു തഖ്ലീദ് എന്ന് ഭാഷാപരമായിട്ട് പറയാം. സാങ്കേതികപരമായിട്ട് ഇതിൻ്റെ അർത്ഥം എന്താ? ഇത്തിബാഉ ഖൗലിൽ ഗൈർ ബിഗൈരി മഅരിഫതി ദലീലിഹി. തെളിവ് മനസ്സിലാക്കാതെ അദ്ദേഹം ഒരു ഹുക്മ്, ഒരു വിധി പറഞ്ഞതിൻ്റെ തെളിവ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അത് കണ്ണും പൂട്ടി സ്വീകരിച്ച് പിൻപറ്റുന്നതിനാണ് തഖ്ലീദ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയണത്, വാക്ക് തെളിവല്ലാത്ത ആൾക്കാരുടെ വാക്കിനെ നമ്മൾ തെളിവായിട്ട് പിടിക്കുക, അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. അതായത് പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള നിരുപാധികം അനുകരണം ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അള്ളാഹുവിൻ്റെ വഹി മുഖേന നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകൾക്ക്. ഈ അള്ളാഹുവിനും റസൂലിനും മാത്രമേ എന്തുള്ളൂ? പരിപൂർണമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള അനുകരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അവരിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് എന്ത്? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റബ്ബിൻ്റെ നിർദ്ദേശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണെന്ത്? പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശരിയിലേക്ക് എത്താനുള്ള ഒരു വസീലയാണ്, ഒരു മാർഗമാണ്. നമ്മൾ ആ മാർഗത്തെ ലക്ഷ്യമാക്കി മാറ്റുന്നതാണ് തഖ്ലീദിലേക്ക് പലരെ എത്തിക്കുന്നത്. അത് റസൂലിൻ്റെ വാക്ക് മനസ്സിലാക്കുക എന്ന ആ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പണ്ഡിതനെ പിന്നെ റസൂലിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്താം. പിന്നെ ആ പണ്ഡിതൻ എന്ത് പറഞ്ഞാലും അതേ ശരി. നാളെ ആ പണ്ഡിതൻ്റെ നേരെ വിപരീതമാണ് റസൂൽ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയാലോ, എന്നാലും ഒഴിവാക്കില്ല. ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ ഞാൻ നിൽക്കുള്ളൂ. ഇതിനാണ് തഖ്ലീദ് എന്ന് പറയാം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള കാലത്ത് ഉള്ള പണ്ഡിതന്മാരൊക്കെ അതിനെ തിരുത്തിയിട്ടുണ്ട്, അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല, നമ്മളെല്ലാവരും കേട്ട ചരിത്രവും, ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല മസ്ജിദുൻ നബവിയിൽ മദീനയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഹുജ്റക്കും
അതേപോലെ തന്നെ ഇന്നത്തെ റൗദ ഷെരീഫിൽ സ്ഥിതി ചെയ്യുന്ന മിമ്പറിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ വിദ്യാർത്ഥികൾക്ക് ആവർത്തിച്ച് നൽകുന്ന ഒരു ഉപദേശമാണ് എന്ത്? ആ ഖബറിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയും കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. ഏതൊരു വ്യക്തിയിൽ നിന്നും തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ വിഷയങ്ങളുണ്ടാവും. ഏതൊരു വ്യക്തിയും അവരിൽ നിന്ന് അബദ്ധങ്ങൾ വരും. ആരൊഴികെ? ഈ ഖബറിൽ ഇരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെയാണ്. അപ്പോൾ തഖ്ലീദ് പാടില്ല എന്ന് ഇമാം മാലിക് പഠിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന തർബിയത്താണത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പിന്നീട് അബദ്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ അബദ്ധത്തെ മാറ്റിവെച്ച് റസൂലിന്റെ അധ്യാപനത്തിലേക്ക് നിങ്ങൾ മടങ്ങണം എന്നൊരു തർബിയത്താണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അവിടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഇതേ ഒരു ഉപദേശം വേറെ മറ്റ് പല ആൾക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് എഴുതി വെച്ചോ വേണമെങ്കിൽ. ഇബ്നു അബ്ബാസ് ഇതേ ഒരു ആശയം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇൽമ് പകർന്നെടുത്ത മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹം ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആമിർ അശ്ശഅബി അദ്ദേഹം ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? എല്ലാ മദ്ഹബിലെ ഇമാമുമാരും, അബു ഹനീഫ ആയാലും ശരി, ഇമാം മാലിക് ആയാലും ശരി, ഷാഫിഈ, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരെല്ലാവരും ഇതേ വാക്കുകൾ പറഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോയത്. അവരുടെ വാക്കുകൾ ക്രോഡീകരിക്കപ്പെട്ട ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലൈബ്രറിയിൽ ലഭിക്കും. എന്ത്? നാളെ ഒരു ഹദീസ് എൻ്റെ നിലപാടിന് നേരെ വിപരീതമായി നിങ്ങൾക്ക് വന്നെത്തിയാൽ എൻ്റെ നിലപാട് നിങ്ങൾ മാറ്റിവെക്കുക, റസൂലിൻ്റെ ഹദീസിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന വാക്കുകൾ അവരിൽ നിന്നൊക്കെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിലും ലോകത്ത് കാണുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അന്ധമായിട്ടുള്ള തഖ്ലീദിലേക്ക് എത്തിപ്പെട്ടത്. ഈ ലോകത്ത് ഉള്ള സകല ഷിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും കുഫ്റും ഇൽഹാദും ഇതൊക്കെ ഈ സമൂഹത്തിലേക്ക് കയറിക്കൂടിയത് ഈ തഖ്ലീദ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തി. അതെ, നമുക്ക് അള്ളാഹുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പണ്ഡിതന്മാർക്കുള്ളൂ. അപ്പം ഏത് പണ്ഡിതന്, ഒരു നല്ല വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ഒരു പണ്ഡിതൻ വന്ന് എന്ത് പറഞ്ഞാലും ഓൽക്കാണ് അറിവ്, അത് മനസ്സിലാകുള്ളൂ, നമുക്ക് മനസ്സിലാവില്ല. അവരെന്ത് പറഞ്ഞോ അത് ദീനായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതിലൂടെ കണ്ട എല്ലാ കുഫ്റും ഷിർക്കും ഖുറാഫത്തൊക്കെ ഈ സമൂഹത്തിലേക്ക് പടർന്ന് പിടിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നാട്ടിലൊക്കെ ഖുറാൻ്റെ അർത്ഥം പഠിപ്പിക്കാൻ പാടില്ല, ഖുറാൻ്റെ അർത്ഥം വായിച്ചവൻ പഴച്ചു പോകും, തഫ്സീറുകൾ വായിച്ചാൽ പഴച്ചു പോകും, അത് ആധുനിക പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്താണെന്നൊക്കെ ഒരു കാലം നല്ല മൈലേജ് കിട്ടിയിരുന്ന ഒരു കാലത്ത് പറഞ്ഞത്. പിന്നീട് അത് തന്നെ അവർക്ക് തന്നെ തിരുത്തേണ്ടി വന്നു. അപ്പം ഇത് മുഖേനയാണ് എന്ത്, പല ആൾക്കാരെയും ഈ അന്ധമായിട്ടുള്ള തഖ്ലീദ് അത് എന്ത് പറയുക, എല്ലാ തെറ്റിലേക്കും ഒരാളെത്തിച്ചത്. ഇത് നമ്മളും ശ്രദ്ധിക്കണം. അന്ധമായിട്ടുള്ള തഖ്ലീദ്, അന്ധമായിട്ടുള്ള അനുകരണം, ശരിയോ തെറ്റോ എന്ന് വേർതിരിക്കാതെ എന്ത് പറഞ്ഞാലും ശരി എന്ന ഈ ഒരു അസബിയത്ത്, ഈ ഒരു ഹിസ്ബിയത്ത്, ഈ ഒരു തഖ്ലീദ് അത് പല രൂപത്തിലും വരും. അത് ചിലപ്പോൾ ഒരു ഷേഖിൻ്റെ പേരിലാവും. ഇന്ന് നമ്മൾ ഈ ഒരു നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പലരും ചില ഷേഖുമാരാണ് ആ രൂപത്തിലേക്ക് ആക്കിയത്. ആ ഷേഖ് എന്ത് പറഞ്ഞോ അത് ശരി. ആ ഷേഖിൻ്റെ എന്തെങ്കിലും ഒരു അബദ്ധം നല്ല ഇൽമിയായ രൂപത്തിൽ മറ്റൊരാൾ അത് തിരുത്തി കൊടുത്താൽ അപ്പം പറയും ഈ ഷേഖിനെ തിരുത്താൻ നീ ആരാ, അദ്ദേഹത്തിന് തെറ്റുവരെ ചോദിക്കും. അങ്ങനെ ഇതൊക്കെ ശരിക്കും അന്ധമായ തഖ്ലീദിൻ്റെ ഒരു അടയാളാണ്. അതൊരു ഷേഖിൻ്റെ പേരിലാകാം, ചിലപ്പോൾ ഒരു ഗോത്രത്തിൻ്റെ പേരാകും. തഹ്താനികളായ ഞങ്ങളാണ് എല്ലാ അറിവിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ആലു സൗദിപ്പെട്ടവർ, അല്ലെങ്കിൽ എന്ത് ആലു ഷേഖിൻ്റെ ഇതിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ദഅവത്തിൽ ഒരുപാട് എന്താ പറയുക സേവനങ്ങൾ നിർവഹിച്ച് അറിയപ്പെട്ട പണ്ഡിതന്മാരുള്ള കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കും തെറ്റ് സംഭവിക്കില്ല എന്ന് അതിൻ്റെ അനുയായികൾക്ക് ചിലപ്പോൾ പറ്റും. ചിലപ്പോൾ ഒരു കബീലയിലേക്കാവും, ചിലപ്പോൾ ചില നാട്ടിലേക്കാകും. ഞങ്ങളുടെ നാട്ടിലുള്ളവരെ തിരുത്താൻ ആരാണ്? അറബികൾ. ഈജിപ്തിലുള്ളവർ, നജ്ദിലുള്ള പണ്ഡിതന്മാർ ഞങ്ങളെ തിരുത്താൻ ആരാണ്? അല്ലെങ്കിൽ ഈജിപ്തിലുള്ള പണ്ഡിതർ ഇവിടെ തിരുത്തിയാൽ സൗദിയിലുള്ള വഹി ഇറങ്ങി ഈ പണ്ഡിതന്മാരെ തിരുത്താൻ അവരാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നാട്ടിലേക്കാവും അസബിയത്ത് ഉണ്ടാവാം. നിങ്ങൾക്കറിയോ, ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു സൂഫി ആയിട്ടുള്ള ഒരുപാട് തിന്മകൾ ഈ സമൂഹത്തിലേക്ക് എഴുതി ബാക്കി വെച്ചൊരു പണ്ഡിതൻ, മക്കയിൽ ഇരുന്നു കൊണ്ട് ബാക്കി വെച്ചൊരു പണ്ഡിതൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് മറുപടി നൽകിയത് ആരാന്നറിയോ? സിയാനത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ എഴുതിയത്. സിയാനത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പണ്ഡിതൻ മക്കത്തുള്ള ഒരു സൂഫിക്ക് മറുപടി നൽകുകയാണ്. അപ്പോൾ സ്ഥലകാല വ്യത്യാസമില്ലാതെ
ഈ ഹക്ക് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ അതൊരു നാട്ടിലേക്കോ പ്രദേശത്തേക്കോ ഒരു പള്ളിയിലേക്കോ ഒരു മർക്കസിലേക്കോ ഒരു സംഘടനയിലേക്കോ നമ്മൾ ചുരുക്കി കെട്ടാൻ പാടില്ല. ഇന്ന ആൾക്കാർ പറഞ്ഞാൽ, ഇന്ന കൂട്ടം പറഞ്ഞാൽ അതൊക്കെ ശരി, അതല്ലാത്തൊരു പറഞ്ഞതൊക്കെ തെറ്റ്. ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല. മാ വാഫഖൽ ഹഖ്, ഖുർആനും സുന്നത്തും യോജിക്കുന്ന ഏത് നിലപാടുണ്ടോ അതിന് നമ്മൾ സഹകരിച്ചു കൊടുക്കും. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് ഏതെങ്കിലും ഒരു തീരുമാനമോ നിലപാടുണ്ടോ അതിലേക്ക് വളരെ ബഹുമാന പുരസരം ഞാനില്ല. നമ്മളിതൊക്കെ വസീലയാണ്, ഖൈറിനെ സഹായിക്കാൻ, ഖൈറിലേക്ക് എത്തിക്കാൻ, ഖൈർ ദഅവത്ത് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ആ ഖൈറിന് എല്ലാ വക സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്ധമായിട്ടുള്ള അനുകരണത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹക്ക് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു യാത്രയിലാകണം. നസ്സുകൾ, ഹദീസുകൾ, ആയത്തുകളെ മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകണം എന്ന് പണ്ഡിതൻ വിശദീകരിക്കണം. 13ാമത്തെ ഒരു ഉപദേശം, ഈ പുസ്തകത്തിൻ്റെ 13ാമത്തെ ഒരു ഉപദേശം പണ്ഡിതൻ പറയണത്, ഇത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്കും വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അൽ ബുഅ്ദു അനിൽ ജദൽ, കുതർക്കത്തിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക എന്നുള്ളതാണ്. കുതർക്കത്തിൽ നിന്ന് അകലം പാലിക്കുക, വെറുതെ ഇങ്ങനെ തർക്കിക്കുക. തർക്കത്തോട് വല്ലാത്തൊരു ഇഷ്ടം. ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തത്തെ പരിശീലിപ്പിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഭൗതികപരമായിട്ടുള്ള വിഷയത്തിലാവും നമ്മൾ തർക്കിച്ചു തുടങ്ങാം. പിന്നെ അത് മെല്ലെ എന്തുണ്ടാവും, ദീനിപരമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ വിഷയം അതിനിപ്പോൾ തെറ്റാണെന്നറിഞ്ഞാലും മറുവശത്ത് വന്നൊരു വ്യക്തിയുടെ മുന്നിൽ എങ്ങനെയാണ് ഞാനിത് തെറ്റാന്ന് അംഗീകരിക്കുക, എന്നിട്ട് ഇങ്ങനെ തർക്കിച്ച് ഈ തർക്കിക്കുക എന്ന് പറയുന്ന സ്വഭാവം അതൊരു അഹ്ലുസുന്നപ്പെട്ട ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങളുടെ പുസ്തകത്തിൽ അത് പ്രത്യേക അതിൻ്റെ ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. മാ വന്ന ഖൗമുൻ ബഅദ ഹുദ, ഹിദായത്ത് കിട്ടിയ ആൾക്കാരിൽ പലരും വഴിപഴക്കാനുണ്ടായ കാരണം ഇല്ലാ ഊതുൽ ജദൽ, അവർക്ക് ഒരു കാലത്ത് അള്ളാഹു നൽകിയ ഹിദായത്തിൽ നിന്ന് വഴിപഴക്കാനുള്ള കാരണം അവർ കുതർക്കത്തിലേക്ക് പിന്നെ വഴിമാറിയതാണ്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് പണ്ടത്തേനെ അപേക്ഷിച്ചിട്ട് എന്ത്, തർക്കിക്കാൻ വേണ്ടി മാത്രം നമ്മളുമായിട്ട് വിയോജിപ്പുള്ള വ്യക്തികളിലേക്കും അതേപോലെ തന്നെ നമ്മളുമായിട്ട് വിയോജിപ്പുള്ള കൂട്ടത്തെയും അവരായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന വിശദമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും. ഇങ്ങനെ തർക്കിക്കുക പറയുമ്പോൾ അത് തർക്കിക്കുന്ന വ്യക്തിക്ക് അത് അവതരിപ്പിക്കാനുള്ള അറിവുണ്ടാവില്ല, കേൾക്കുന്നവർക്ക് അത് സ്ഥാപിക്കാൻ, അതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ച് അറിയാനുള്ള അറിവുണ്ടാവില്ല. വെറുതെ ഇങ്ങനെ തർക്കിച്ച് ആസ്വാദനം ഇങ്ങനെ അത് നേടുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, എന്ത്, ഒരു സംവാദത്തിനോ ഒരു ജിദാല്, ഒരു തർക്കം, അതായത് നല്ല രൂപത്തിലുള്ള ഒരു തർക്കത്തിന് ഒരുപാട് ഷർത്തുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കൃത്യമായ നിബന്ധനകൾ പാലിച്ച് വലിയ ഒരു മസ്ലഹത്തിന് കാരണമാകുമ്പോൾ മാത്രമാണ് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആ മഫ്സദത്ത്, സാധാരണ തർക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ പരമാവധി കുറയുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് സംവാദങ്ങൾ, തർക്കത്തിന് നമ്മൾ പോകാൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാനം സംവാദമല്ല, അത് നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ. ഇപ്പം നമുക്ക് ചരിത്രപരമായിട്ട് പണ്ടും സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംവാദങ്ങളെ പാടെ കുട്ടി അടക്കുന്നത് ശരിക്കും നമ്മുടെ ശരിയായ നിലപാടല്ല. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ അവരുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ സംവദിക്കുക എന്ന് ഖുറാനിൽ തന്നെയുള്ള ഒരു ആശയമാണ്. പക്ഷെ അതിനൊരു രീതിയുണ്ട്, ചർച്ച ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, നിബന്ധനകളുണ്ട്. ഇപ്പം നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നുണ്ടായിരുന്ന അമീറുൽ മുഅ്മിനീനായ രാജാവിൻ്റെ അടുക്കൽ പോയിട്ട് സമ്മതം തേടിയിട്ട് സമ്മതം ലഭിച്ചപ്പോഴാണ് അന്ന് ജീവിച്ചിരുന്ന ഖവാരിജികൾ അടുക്കൽ പോയിട്ട് സംവാദത്തിന് പുറപ്പെടുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് അനുമതിയുള്ള ഒരു കാര്യമാണെങ്കിൽ ഇബ്നു അബ്ബാസ് നേരിട്ട് പോയിരുന്നു. ഇല്ല, അന്നത്തെ ഖലീഫയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് അത് കിട്ടിയപ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് ചർച്ചയ്ക്ക് വേണ്ടി പോയത്. അപ്പോൾ കുതർക്കം എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ കുതർക്കം അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് കുതർക്കം എന്ന് പറയുന്ന ഒരു സ്വഭാവം നൽകും എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തു സുഖ്റുഫിലെ ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ്, മാ ദറബൂഹു ലക ഇല്ലാ ജദല ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല
എന്താണ് മക്ക മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കുകയാണ്. എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും കുതർക്കികളായി ശീലിച്ചവരാണ്. റസൂൽ എന്ത് പറഞ്ഞോ അതിന് ഒരു തർക്കിച്ചുകൊണ്ടൊരു മറുവാദം ഇങ്ങനെ പറയും. എന്ത് പറഞ്ഞാലും ഹക്ക് വേണ്ട, അത് അവരെ ഹക്കിൽ നിന്ന് തടയുകയും വലാലത്തിൽ തന്നെ ജീവിച്ച് മരിക്കാനുള്ളതൊരു കാരണമായി എന്ന് ആ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 13ാമത്തെ ഉപദേശം, തർക്കത്തെ നമ്മൾ പരമാവധി മാറ്റിവെക്കണം. തർക്കിച്ച് നമ്മൾ ശീലിക്കാൻ പാടുകയില്ല. സംവാദങ്ങൾ അതിൻ്റെ ഷർത്തുകളൊത്ത അത് കൃത്യമായി ഒരു ഹക്ക് അവിടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യതയും അതിനുള്ള വാക്സാമർത്ഥ്യമുള്ള അഹ്ലുസുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരും പ്രബോധകരുമാണ് അത് നേതൃത്വം വഹിക്കേണ്ടത്. അത് അവരും അവരുടെ സദസ്സിൽ നിന്ന് ഉപകാരം കിട്ടുന്ന ആ കാണികളിലേക്ക് മാത്രം ഒതുക്കിയിട്ട് അതിൻ്റെ ചട്ടകളും വട്ടങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആ നിബന്ധനകൾക്ക് ഒത്തുകൊണ്ടുള്ള സംവാദങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാമിൽ അനുമതിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. 14ാമത്തെ ഏറ്റവും അവസാനത്തെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു റിസാലത്തിൻ്റെ ഒരു ഉപദേശം, അത്തസബ്ബുതു ബിൽ ഫത്വ. അത് ദീനുമായി ബന്ധപ്പെട്ട ഒരു വിധി, ഒരു വിശദീകരണം നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നല്ല സൂക്ഷ്മത വെച്ച് പുലർത്തണം. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം റബ്ബിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു പ്രവൃത്തിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയണത്, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയണത്, ചുരുക്കി പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്ത്, അതായത് നിങ്ങൾക്ക് തൊള്ളേ തോന്നിയതുപോലെ, നമുക്ക് നമ്മുടെ നാവിൽ തോന്നിയതുപോലെ നമ്മുടെ ഹവ കൊണ്ട് ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് റബ്ബിൻ്റെ പേരിൽ കള്ളം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത് എന്താ പറയുക, റബ്ബിൻ്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ പിന്നെ അവരൊരിക്കലും വിജയിക്കുകയില്ല എന്ന് പറയണം. അപ്പം നമുക്ക് ഒരാളൊരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിക്കാം, നമുക്കതിനെക്കുറിച്ച് അറിയില്ല, ഒരു മടിയും വേണ്ട, ലാ അദ്രി എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അത് നമ്മൾ അങ്ങനെ പറഞ്ഞ് സ്വന്തത്തെ ശീലിപ്പിക്കണം. പ്രത്യേകിച്ച് പ്രബോധകന്മാർ, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ദീനിപരായിട്ട് എന്താ പറയുക, ചിലപ്പോൾ മാറിയത് ഒരു പക്ഷേ നല്ല ദീനി ചിട്ടകളുള്ള ഒരു പക്ഷേ നിങ്ങൾ മാത്രമേ ഉണ്ടോ. അപ്പോൾ ആൾക്കാർ നിങ്ങളടുത്ത് ചോദിക്കും. നിങ്ങൾക്കറിയാത്ത വിഷയമാണെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറയാനുള്ളൊരു വിനയവും ഒരു താഴ്മയും നമ്മൾ കാണിക്കണം. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല, അറിയാം, ഇമാം മാലിക് വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വിദൂര ദിക്കിൽ നിന്ന് യാത്ര ചെയ്ത ഒരാൾ വന്നു. അങ്ങനെ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇമാം മാലിക്കാണ് മുന്നിലുള്ള, അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അറിവുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്ത്, ലാ അദ്രി, എനിക്കറിയില്ല എന്ന്. അപ്പം ഈ കേട്ട വ്യക്തിക്ക് അതിശയം. അദ്ദേഹം പറയണത്, സാഫർത്തുൽ ബുൽദാന ഇലേക്ക്, ഞാൻ ഒരുപാട് നാടുകൾ താണ്ടി കടന്നിട്ടാണ് താങ്കളുടെ അടുക്കലേക്ക് വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഇർജി അലാ ബലദി, നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങ, എന്നിട്ട് നാട്ടുകാരോട് വിളിച്ച് പറയെന്ത്, സഅൽതു മാലിക്കൻ, ഞാൻ മാലിക്കിനോട് ചോദിച്ചു, ഇമാം മാലിക് പറഞ്ഞു എന്ത്, ലാ അദ്രി, എനിക്കറിയില്ല എന്ന്. ഇത് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇമാം മാലിക് അവിടെ പഠിപ്പിച്ചു കൊടുക്കണത് ഇത് അള്ളാഹിൻ്റെ ദീനാണ്. എത്ര അറിവിൽ ഉയർന്നാലും അറിയാത്തൊരു വിഷയത്തിൽ ഹലാലും ഹറാമും ഞാൻ പറയുകയില്ല എന്ന് പറയണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല എന്താ പറയാ, ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിൽ 32ാമത്തെ ആയത്ത്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മലക്കുകൾ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് കൊടുത്തൊരു മറുപടിയാണ്. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, താങ്കൾ അള്ളാഹുവേ നീയാകുന്നു എല്ലാ കാര്യങ്ങളും അറിയുന്നവനും ഏറ്റവും ഹക്കീമായ വ്യക്തിയുമെന്ന് അവർ മറുപടി പറയും. അപ്പം മലക്കുകൾക്ക് പോലും അറിയാത്ത വിഷയത്തിൽ ഞങ്ങൾക്ക് അറിവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് മലക്കുകൾ അവർ കാണിച്ച ഒരു മാതൃക റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഖുർആനിൽ നൽകുകയാണ്. അപ്പം ഈ മലായിക്കകളുടെ മാർഗം കണ്ടിട്ട്, അതേപോലെ തന്നെ അമ്പിയാക്കൾ, നബിമാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്രയോ മക്കയിലെ ഖുറൈശികൾ ഒരു ചോദ്യം ചോദിക്കും, റസൂൽ മറുപടി പറയില്ല, കുറച്ച് നേരം ഇങ്ങനെ വിരിക്കും. എന്നിട്ട് 2, 3, 4 ദിവസം കാത്തിരുന്ന് വഹ്യ് കിട്ടുമ്പോഴാണ് അവർക്കുള്ള മറുപടി കൊടുക്കുള്ളൂ. യസ്അലൂനക അനിൽ അൻഫാൽ, അൻഫാലിനെ കുറിച്ച് അവരോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ സൂറത്തുൽ മുജാദലയുടെ തുടക്കം എന്താ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് ആ സ്ത്രീ നിന്നോട് ചോദിച്ച കാര്യം എന്നൊക്കെ പറഞ്ഞ് മറുപടി ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റസൂലിനോട് മറുപടി പറഞ്ഞപ്പോൾ റസൂലല്ലേ, വഹ്യ് ലഭിക്കുന്ന ആളല്ലേ, ഈ സമൂഹത്തിൻ്റെ നേതാവല്ലേ എന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ വഹ്യ് കാത്തുന്നു. അപ്പോൾ ആ റസൂല് കാണിച്ച അവധാനത നമ്മൾ കാണിക്കുന്നില്ലെങ്കിലോ അതിൻ്റെ ഒരു അപകടം എത്ര. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ
ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഭയങ്കര ഈ വിഷയത്തിൽ വലിയ ഒരു കുറവ് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ കാണിച്ചത് കാണാൻ പറ്റും. ചില എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഡീപ്പായി പഠിക്കാത്ത പലരും വലിയ വലിയ സദസ്സുകളിൽ പോയിട്ട് ദീനി വിഷയങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം. എന്നിട്ട് കൊടുക്കുന്ന മറുപടിയോ വങ്കത്തരങ്ങൾ എടുത്ത് പറയണം. ഇപ്പം ഞാൻ കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് ഒരു സംസാരത്തിൽ ഒരു സുഹൃത്ത് അയച്ചെന്നതാണ്. ദീന് ആഴ്ത്തി പഠിച്ചൊരു വിദേശത്ത് പോയോ പഠിച്ചോ ഒന്നുമല്ല, മ്യൂസിക്കിൻ്റെ നിലപാട് അതിൻ്റെ ഉള്ള ഹുക്കം എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് മറുപടി കൊടുക്കണത് എന്താണെന്നറിയോ? അദ്ദേഹം മറുപടി കൊടുക്കണത്, കണ്ണിന് പൂട്ടാൻ ഒരു അടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണിന് പൂട്ടാൻ ഒരടപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് വേണ്ടത് കാണാനും വേണ്ടത് കാണാതെ ഇരിക്കാനുള്ള ഒരു അനുമതി നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ചെവിക്ക് അങ്ങനെ ഒരു അടപ്പുണ്ടോ എന്ന് ചോദിച്ചത്. നമുക്ക് വേണ്ടത് കേൾക്കാനും വേണ്ടത് കേൾക്കാതെ ഇരിക്കാനും ചെവിക്കൊരു അടപ്പുണ്ടോ? അതാണ് മ്യൂസിക് കേൾക്കുന്നിടത്ത് നമുക്ക് ചെവി അടക്കാനുള്ള ഒരൊന്നും സംവിധാനിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഹറാമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ചെറിയ ചെറുപ്പക്കാരായുള്ള ഈ DJ-യും ഡിസ്കോയിലൊക്കെ കിടന്ന് കെട്ടിമറയുന്ന സാഹചര്യത്തിൽ നിന്ന് വരുന്ന മക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് പറയുന്ന ഒരു വലിയ പണ്ഡിത വേഷധാരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വ്യക്തമായി കൊടുത്ത അധ്യാപനങ്ങളൊക്കെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞിട്ടാണ് ഈ വാചകം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൂറത്തുൽ ലുഖ്മാനിലെ 4-ാമത്തെ ആയത്തിൽ ലഹ്വുൽ ഹദീസിന്റെ വിശദീകരണത്തിൽ സ്വഹാബാക്കളിൽ എത്രയെത്ര പണ്ഡിതന്മാർ സ്വഹാബാക്കൾ പറഞ്ഞു എന്ത് ലഹ്വുൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, മിസ്മാറുകളാണ്, തൊബലുകളാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ അവിടെ സ്വഹാബാക്കളുടെ ഉദ്ധരണികൾ അവിടെ രേഖപ്പെടുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, എനിക്ക് ശേഷം ഒരുപാട് ഉമ്മത്തുകൾ വരാനുണ്ട്, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ് വൽ ഖംറ വൽ മആസിഫ്, വാദ്യോപകരണങ്ങൾ ഹലാലായി കാണുന്ന കൗമുകൾ എനിക്ക് ശേഷം വരാനുണ്ട് എന്ന് കൃത്യമായി റസൂലിൻ്റെ അധ്യാപനങ്ങളൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു രൂപത്തിൽ ദീന് ഹലാലും ഹറാമും കൊണ്ട് പറഞ്ഞു കൊടുക്കും. അവരൊക്കെ ഈ അള്ളാഹു പറഞ്ഞ ഈ ഒരു ആയത്തിനെ പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് 14-ാമത്തെ ഈ ഒരു ഉപദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കറിയാത്ത അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തണം. നമുക്കറിയാത്തൊരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകണ്ട. നമ്മൾ അറിയാത്ത വിഷയം സംസാരിക്കാനോ അറിയാത്തൊരു വിഷയം നമ്മൾ മറുപടി പറയാനും പോകണ്ട. അപ്പോൾ ഇതിനോട് ചേർത്ത് വരുന്നൊരു മറ്റൊരു സംശയം, അങ്ങനെയാണെങ്കിൽ എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർ മാത്രമേ ദഅവത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെ ചിലർ ശുഭത്ത് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം തികഞ്ഞ അതിൻ്റെ ഉസൂലും ഫുറൂഅൊക്കെ അറിഞ്ഞ ഇജാസ ലഭിച്ച പണ്ഡിതന്മാർ മാത്രമേ അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിക്കാനും പ്രബോധനം ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞ് ദഅവത്തിൻ്റെ വാതിലുകൾ പാടെ അടക്കുന്ന, ഒരുപാട് ഖൈറുകൾ പൂട്ടിക്കൂട്ടുന്ന ഒരു ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതും തെറ്റാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിലും നിങ്ങളത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഒരായത്തിനെ കുറിച്ച് കൃത്യ അറിവുണ്ടാവണം. അതും പ്രശ്നമാണ്. അറിയുന്നത് ഒരായത്താണെങ്കിൽ ആ ആയത്തെ പറഞ്ഞാൽ മതി. ആ ആയത്ത് പറയാൻ പോയിട്ട് പിന്നെ ഒരു 10-15 ആയത്ത് പറയുന്നിടത്താണ് ഈ വക അബദ്ധങ്ങളും തെറ്റുകളും മനഹജിയായ പിഴവുകളൊക്കെ നമ്മുടെ നാട്ടിലും മറ്റിടത്തൊക്കെ പ്രചരിക്കാണ്ടായ കാരണം. അപ്പം അറിയാത്തത് പറയാതിരിക്കുക, അറിയണത് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, പഠിതാക്കളുടെ കൂട്ടത്തിൽ, പ്രബോധകരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ചെറുകൃതിയിൽ മതവിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളെ വളരെ സംക്ഷിപ്തമായി ചുരുങ്ങിയ ചില സദസ്സുകളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മര്യാദകൾക്ക് നമ്മൾ പ്രത്യേകം അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മൾ നൽകണം. ഇപ്പം ഞങ്ങളൊക്കെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മര്യാദകളിൽ എന്തെങ്കിലും കുറവ് എത്തിയാൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തി അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ വൈകി ക്ലാസ്സിലേക്ക് വന്നാൽ, കാരണം ഇല്ലാതെ വൈകി വന്നാൽ ഞങ്ങളോട് ഇല്ല, നീ ആദ്യം മര്യാദ പഠിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിടും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്നിട്ട് ചിലപ്പോൾ കാൽമുട്ടൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ടാവും. ഇങ്ങളീ ഇരിക്കുന്ന കസാരയെ പോലെയല്ല ഇരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ രാവിലെ ഫജറിന് തുടങ്ങും, 10 മണി വരെ ഇരിക്കണം താഴെ. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിവിന് വേണ്ടി മുഴുവൻ കൊടുത്താൽ അറിവ് നമുക്ക് കുറച്ച് തരും. ആ കുറച്ച് കിട്ടുന്ന അറിവ് ഒരുപക്ഷെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അറിവാകും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നല്ല മര്യാദയോടുകൂടി
ആ അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് അദബിന് കൊടുക്കേണ്ട പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട് അള്ളാഹിൻ്റെ ദീൻ പഠിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലുണ്ടാകുന്ന വീഴ്ചകളൊക്കെ പൊറുക്കപ്പെട്ട് നല്ല സത്യവിശ്വാസികളുടെ കൂടെ തഖ്വയോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ചെറു കൃതിയിലൂടെ നമ്മൾ പഠിച്ച സകല ഉപദേശ നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.